ഡാഡി എന്താടാ കണ്ണ? ഡാഡി പുറത്ത് നല്ല മഴയാ. ഡാഡി എന്നെ കെട്ടിപ്പിടിച്ച് കിടക്കോ? അതിനെന്താടാ, ഡാഡി കെട്ടിപ്പിടിക്കാലോ. ഭാഗ്യ കുറച്ച് കഴിഞ്ഞിട്ട് പോയാ പോലെ, പുറത്ത് നല്ല മഴയാ. അയ്യടാ പോയി ദേ മാറ്. കണ്ണൻ എണീച്ച അറിയാലോ, കിച്ചനെ പോലെ എല്ലാവരും എന്ന്. ശരി, ആ അതും ശരിയാ. ഇങ്ങ് വാടാത്ത നമുക്ക് കെട്ടിപ്പിടിച്ച് കിടക്കാം. എന്റെ പൊന്നുകൂടെ, ഇതൊക്കെ ഞാൻ എപ്പെടുത്ത് തീരാനാ? ഇതൊക്കെ ഞാൻ തന്നെ ഒറ്റയ്ക്ക് എടുക്കണേ ഭഗവാൻ. എന്നെ കാണുന്നില്ലേ ഇതൊക്കെ? എന്താണ് ഭാര്യ രാവിലെ തന്നെ ഒരു കട്ടൻ ചായ ഇങ്ങെടുത്തേ? എടാ മനുഷ്യ, കൊച്ചിനോട് ഒറ്റയ്ക്കിട്ടിട്ടാണോ വന്നിരിക്കുന്നത്? എന്റെ പൊന്നു ഭാര്യ, നീ ടെൻഷൻ അടിക്കണ്ട. വീഴാണ്ടിരിക്കാൻ തലയാണ് ഞാൻ വെച്ചിട്ടുണ്ട്. ആ എന്തായാലും കൃത്യസമയത്താണ് നിങ്ങൾ വന്നത്. ദേ ആ അടുപ്പത്തിരിക്കുന്ന തിളയ്ക്കുമ്പോൾ വാങ്ങി വെച്ചോണേ. ഞാനേ ഇപ്പം വരാം. ഞാൻ ചെല്ല ഏട്ടനെയും കുട്ടിയെ വിളിച്ചിട്ട് വരാം. എടി എനിക്കറിഞ്ഞൂടാ, നീ പോവല്ലേ ആകെ. ഓ പോയോ? കണ്ണാ, ആഹാ രണ്ട് കെട്ടിപ്പിടിച്ച് കിടക്കുവാണോ? ദേ എണീച്ച ടൈം എത്രയെന്നറിയോ? ആ നീയോ? അല്ല, ടൈം എത്രയായി? 10 മണി കഴിഞ്ഞു. എന്തേട്ടാ ഇനിയും കൂടെ കിടക്കണേട്ടന്? എടി അർജന്റായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട്, നീ ആണ് ഫ്രഷ് ആക്കും, ഞാൻ പോവാ. കണ്ണാ എണീക്കടാ. ലച്ചുമ്മ എന്താ കഴിക്കാൻ ഉണ്ടാക്കിയെന്ന് അറിയണ്ടേ? വേഗം എണീച്ച്. ലച്ചുമ്മ, ഞാൻ കുറച്ചു നേരം കൂടി ഇറങ്ങിക്കോട്ടെ പ്ലീസ്? ആ സമയം എത്രയെന്നറിയോ? എണീച്ചേ നീ, എണീക്ക്. ലച്ചുമ്മ പ്ലീസ്, ലച്ചുമ്മ ലച്ചുമ്മ എന്റെ കൂടെ കുറച്ചു നേരം കിടക്കുക. അയ്യോടാ കണ്ണാ, ലച്ചുമ്മക്ക് കിച്ചണിൽ ഒരുപാട് ജോലിയുണ്ട്. മോർണിംഗ് എണീച്ച് വന്നേ. വേണ്ട, എന്നെ ആരും നോക്കണ്ട. പൊക്കോ പൊക്കോ ലച്ചുമ്മ, പൊക്കോ. കണ്ണാ, പപ്പയ്ക്കും എന്റെ കൂടെ നിൽക്കാണ്ടാവില്ല, ആർക്കും എന്റെ കൂടെ നിൽക്കാണ്ടാവില്ല. എല്ലാരും പൊക്കോ. ഇപ്പൊ ഇവിടുന്ന് പോകുന്ന നല്ലത്. ഞാൻ പൊക്കോളാ കണ്ണാ. ഇവളെന്താ ഇത്ര സ്പീഡിൽ ഓടുന്നു? എന്താ കണ്ണാ? ഓ ഡാഡി വന്നോ? എങ്ങോട്ടാ? ഓഫീസിലോട്ടാവും. പൊക്കോ, നേരത്തെ പൊക്കോ. എന്താ കണ്ണാ, എന്താ പറ്റിയേ? നീ എന്തിനീ രാവിലെ തന്നെ ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്നത്? എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ ഒച്ച ഉണ്ടാക്കും. ഡാഡിക്ക് ദേഷ്യം വന്നാൽ ഡാഡി ഒച്ച ഉണ്ടാക്കില്ലേ? കണ്ണാ, നിന്റെ കാര്യങ്ങൾ നോക്കാൻ ഇവിടെ ഞങ്ങളെല്ലാവരും ഇല്ലേ? ആരില്ലേന്ന്? ലച്ചമ്മനോട് എന്റെ കൂടെ ഒന്ന് കിടക്കാൻ പറഞ്ഞപ്പോൾ ലച്ചമ്മക്ക് ജോലിയാ വലുത്. ഡാഡി ആണെങ്കിൽ എപ്പോഴും ഓഫീസിലാണ്. എന്റെ കൂടെ ഒന്ന് ഇരിക്കാൻ പോലും ടൈം കിട്ടില്ല. എന്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്കൊരാളെ വേണം. എന്താ ആളെ വേണമെന്നോ? ആരാ നീ ഉദ്ദേശിക്കുന്നത്? അത് പിന്നെ ഡാഡി, ലച്ചുമ്മയുടെ കൂടെയുള്ള ആൻറ്റി ഇല്ലേ, ആ ഫ്രണ്ട്, അവരെ. ആഹാ, സാധാരണ പുറത്തുള്ളവരൊന്നും നിനക്ക് ഇഷ്ടമല്ലല്ലോ, പിന്നെപ്പെന്താ? എന്തോ എനിക്കറിയത്തില്ല ഡാഡി. എത്രയെന്ന് വിചാരിച്ചിട്ടാ ലച്ചുമ്മയെ ബുദ്ധിമുട്ടിക്കും? എന്റെ കാര്യം, ഡാഡിയുടെ കാര്യം, ചെറിയച്ഛൻ്റെ കാര്യം, കിച്ചുട്ടൻ്റെ കാര്യം എല്ലാം ലച്ചുമ്മയല്ലേ നോക്കുന്നത്. ഡാഡി എന്തൊന്നും മിണ്ടാത്തെ? നീ പറഞ്ഞതൊക്കെ ശരിയാ, എന്നാലും ഡാഡി ഡാഡി പ്ലീസ് ഡാഡി, എൻ്റെ മുത്തല്ലേ ഡാഡി പ്ലീസ്. ഓക്കെ ഓക്കെ. എപ്പോഴാ ആൻറ്റി അങ്ങോട്ട് വിടണ്ടേ? പറടാ. അത് പിന്നെ ഇന്ന് ഈവനിങ് പറ്റുമോ? ഇന്നോ? ഞാൻ ഇന്ന് ആളോട് സംസാരിക്കട്ടെ, എന്നിട്ട് നെക്സ്റ്റ് ഡേ വരാൻ പറയാം. ഓക്കെ ഡാഡി, താങ്ക് യു ഡാഡി. ഡാഡി എൻ്റെ മുത്താണ്, ചക്കര. ആ മതി മതി, ചെന്ന് ഫ്രഷ് ആയിട്ട് ഫുഡൊക്കെ കഴിച്ച് ലച്ചമ്മ പറയുന്ന കേട്ട് നല്ല കുട്ടിയായിരിക്കും. ഡാഡി എത്രയും പെട്ടെന്ന് നേരത്തെ നോക്കാം. എന്നാൽ ബൈ.